ചേച്ചി ഇതുവരെ കഴിഞ്ഞില്ലേ? കുറച്ചുകൂടെ ഉള്ളൂ. എല്ലാം വൃത്തിയാക്കി കെട്ടി അടുക്കി വെക്കണം. രാവിലെ പോകുമ്പോ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പൊ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അല്ല, എല്ലാ ബുക്സും ചേച്ചി കൊണ്ടുപോവാണോ? എനിക്ക് പഠിക്കാനുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ കൊണ്ടുപോകും. പക്ഷേ നിനക്കും മണിക്കുട്ടനും വേണ്ടി നല്ലൊരു ലൈബ്രറി ഞാനിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ വായിച്ച കഥാപുസ്തകങ്ങളും കവിതകളും നോവലുകളും എല്ലാം ഇനി നിങ്ങളുടെയും കൂടെയാ. എപ്പോഴും ആ ഫോണിൽ മാത്രം കുത്തിയിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എടുത്ത് വായിക്കാൻ കൂടി വേണം കേട്ടോ. വായിക്കാം. വായിക്കല്ലോ, ഉറപ്പായിട്ടും. നീ ഇതുവരെ കിടന്നില്ലേ മോളെ? വെളുപ്പിന് എഴുന്നേക്കേണ്ടതല്ലേ? ഇതിപ്പോ കഴിയമ്മേ. നീ ഈ പുസ്തകങ്ങളൊക്കെ എന്തിനാ മോളെ ഇങ്ങനെ അടുക്കി വെക്കുന്നേ? നാളെ കല്യാണം കഴിഞ്ഞു പോകുമ്പോ കൊണ്ടുപോവാനമ്മേ. അതൊക്കെ ഇപ്പൊ എന്തിനാ കൊണ്ടുപോന്നേ? ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോ കൊണ്ടുവന്ന് തന്നാ പോരെ? വേണ്ടമ്മേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും മണ്ഡപത്തിലേക്ക് ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ടല്ലോ. ഡ്രസ്സുകളുടെ കൂടെ ഈ പുസ്തകങ്ങളും വെച്ചാ മതി. പിന്നെ കല്യാണം കഴിഞ്ഞ് അവരുടെ കാറിൽ പോകുമ്പോ ഇതൊക്കെ വയ്ക്കാൻ വലിയ സ്ഥലവും വേണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി അമ്മയും അച്ഛനും ബുദ്ധിമുട്ടേണ്ടി വരില്ലേ? വെറുതെ എന്തിനാ അച്ഛന്റെ കാശ് കളയുന്ന? ഇത് എനിക്ക് തന്നെ കൊണ്ടുപോകാന്നല്ലേ ഉള്ളൂ. മോളെ, കല്യാണം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ നേരെ വിരുന്നിന് പോണം. കുമാറിന് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട്. അവിടെ ഒക്കെ പോണം. അതിനിടയ്ക്ക് നിനക്ക് എപ്പോഴാടി പഠിക്കാൻ സമയം കിട്ടുന്നത്? എന്നും വിരുന്നിന് പോവേണ്ടി ഒന്നും വരില്ലല്ലോ അമ്മ. 2-3 ദിവസം കഴിഞ്ഞാ അതൊക്കെ പിന്നെ തീരുമല്ലോ. അപ്പൊ പിന്നെ എനിക്ക് പഠിക്കുകയും ചെയ്യാലോ. മേഘേ, നിനക്ക് കിടക്കാൻ സമയമായില്ലേ? പോയി കിടന്നേ. എനിക്ക് ഉറക്കം വരുന്നില്ല. ഡീ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ, പോയി കിടക്കാൻ. എന്താ അമ്മ ഇത്? മോളെ, തൽക്കാലം നീ പുസ്തകങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അമ്മ എന്തായി പറയുന്നേ? പുസ്തകങ്ങൾ കൊണ്ടുപോണ്ടെന്നോ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മോളെ. കല്യാണം കഴിഞ്ഞല്ലോ എന്നെ പഠിക്കാൻ വിടാന്ന് അമ്മ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്നല്ലേ എന്നോട് പറഞ്ഞേ? അതാ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം. അതിനവർക്ക് സമ്മതമാണെന്ന് അമ്മ എന്നോട് പറയുകയും ചെയ്തല്ലോ. പിന്നെ എന്താ അമ്മ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? എന്റെ പൊന്നു മോളെ, നീ അമ്മയോട് ക്ഷമിക്കും. നിന്റെയും ഈ കുടുംബത്തിന്റെയും നന്മയ്ക്ക് ഈ കല്യാണം നടക്കണമായിരുന്നു. അതിനുവേണ്ടി അമ്മയ്ക്കൊരു കള്ളം പറയേണ്ടി വന്നു. അല്ലാതെ അമ്മയുടെ മുന്നിൽ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. മോളെ, അവരിനി നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയില്ല. അവർക്ക് വേണ്ടത് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ഒതുങ്ങി കഴിയുന്ന ഒരു മരുമോളയാ. അമ്മ